നൈസായിട്ട് പണിവാളി ഗൈസ്, ഒന്നും പറയാനില്ല, സെറ്റല്ലേ ഗൈസ്. ഞാൻ പൂർവാധികം ശക്തിയോടെ തിരിച്ചു. അപ്പോ ഇന്നത്തെ പരിപാടി എന്താ പറയുക ഗൈസ്, നമ്മള് എവിടെ പോന്നപ്പോ തൃശ്ശൂർ പോകുന്നു ഗൈസ്. നമ്മളപ്പോ തൃശ്ശൂർ പൂരം കൂടാൻ പോകുന്നു ഗൈസ് അല്ലേ. നമ്മളെ അപ്പു ഉണ്ട്, പിന്നെ അപ്പുന്റെ ചങ്ങായി ഉണ്ട് മനീഷ്. ഹായ് പറ. ഞാനിത് എന്നാ റെയിൽവേ സ്റ്റേഷൻ കണ്ടിട്ട് വിതമ്പലിച്ച് കണ്ടോ, കാസർഗോഡ് മാറി ഇതെവിടെയാ കാസർഗോഡ് ഗൈസ്. അപ്പൊ ഞാൻ ടിക്കറ്റ് എടുക്കട്ടെ. ഓക്കെ, ലെറ്റ്സ് എൻജോയ്. ഗൈസ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിട്ട് ഒന്നൊരാള് ട്രെയിൻ ഇപ്പൊ വരികയും ചെയ്യും, ഒന്നും ചെയ്യാനില്ല. ലെറ്റ്സ് സീ. നമുക്ക് ഇപ്പൊ ഒന്നെല്ലാം പോകേണ്ട ഗൈസ്, നമ്മൾ 2 ദിവസം മുമ്പേ പോകേണ്ടതാണ് അല്ല. പക്ഷെ ചില സാങ്കേതിക തകരാറ് കൊണ്ട് പോകാൻ പറ്റില്ല. എന്തായാലും ട്രെയിൻ വരട്ടെ. ഓക്കെ, യൂണിഫോം ഇട്ട് ബ്രാൻഡ് വേറെ. കുതിര അത് ഗണ്ട് നിന്റെ ഗണ്ട്. അപ്പൊ നമ്മള് ട്രെയിൻ കയറി എവിടെ പോന്നെ, നമ്മുടെ തൃശ്ശൂര്. അപ്പൊ നമ്മളൊരു ഫ്രണ്ട് കൂടി കിട്ടി ഫ്രോം കർണാടക ഊരാങ്കാട് വന്നയാ അല്ലേ. അതെ. അപ്പൊ എന്തായാലും ട്രെയിനിൽ കയറി. അപ്പൊ ഞാൻ എന്തായാലും അവിടെ എത്തിച്ചു തരാം, അധികം ലാഗ് ആക്കത്തില്ല. ഓക്കെ ഗൈസ്, അവിടെ എത്തിച്ചു തരാം. തൃശ്ശൂരെത്തി. ഇനിയിപ്പോ എനിക്ക് ഫുഡ് കഴിക്കണം, അതാണ് എന്റെ മെയിൻ പരിപാടി. ഫുഡ് കഴിച്ചിട്ട് എന്തുമില്ലു ഗൈസ്, ഞാൻ ഹോട്ടലിൽ തപ്പട്ടെ. ഓക്കെ, ജസ്റ്റ് ഒരു ഹോട്ടൽ കിട്ടി, ഫുഡ് കഴിക്കട്ടെ. നമ്മള് കഴിച്ചിട്ട് ഇറങ്ങി. നമ്മളങ്ങനെ തൃശ്ശൂർ പാതയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. റൗണ്ടിലേക്ക് ഒരു വാക്കിടാം. നമ്മ അങ്ങോട്ട് പോകട്ടെ. എന്താ മോനെ, ആനനെ കണ്ട് നോക്കി 1 2 3 4 അതാടാ എവിടെ. നൈസ്. ഓക്കെ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് മൂവ് ഗൈസ്. നമ്മളങ്ങനെ ദൂരയിലേക്ക് നടന്നുകൊണ്ട് പോകണം ഗൈസ്. ഇനി അങ്ങോട്ട് നടക്കണം. പിന്നെ ഇതെങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ഇതെങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അടിപൊളി സീനാണ്, ഹർഷ ഫയറാണ്. പോരെ മറ്റേ ഒരു കൂട്ടം ചേച്ചിമാരുടെ വിശ്രമിക്കുന്നു ഗൈസ്. ഞാനൊന്ന് വാങ്ങിക്കട്ടെ. ഓക്കെ, ഗൈസ് ഇനി നമ്മളിത് വീശി നടക്കാം. മാറ്റി ഗൈസ്, ഇതാണ് അടിപൊളി. ഓക്കെ, കൊണ്ടുപോവാ. നമ്മളങ്ങനെ ഇവിടെ അടുത്തെത്തി. എന്ത് കാണുന്നു ഗൈസ്, മുമ്പിൽ എന്താ കാണുന്നപ്പോ? എന്താണ് കാണിച്ചു കൊടുക്കുക? ഇതാണ് മുമ്പിൽ കാണുന്നത്. ഇങ്ങനെ കൂറ്റം പട്ടുകൂറ്റം മുതുക്ക് അത്രേ ഉള്ളൂ. എന്താണത്? ഒരു മുതുക്ക്. അടുപ്പല്ല, ലൈറ്റ് കാണിച്ചു കൊടുക്കുക, ലൈറ്റ് ഒക്കെ ആയിട്ട്. അതെ. സോ ഗൈസ്, ഞാൻ അങ്ങോട്ട് നടക്കട്ടെ. ഞാൻ പട്ടി ഷോ ഇടുന്നല്ല, വെയിലായോണ്ടാണ് ഞാൻ ഈ സ്പെക്സ് വെച്ചിട്ട്. ഞാനും ഓക്കെ, അതും ആരും വിചാരിക്കരുത് അങ്ങനെ. ഇവിടെ അപ്പോഴത്തേക്കോ ഒന്ന് കൊടമാറ്റി ആരോ കേറുന്നുണ്ട് ഗൈസ്, കാണാം. അമ്പലത്തിന്റെ ഒരു വാതിലിന് മുമ്പിൽ എത്തിയിട്ടുണ്ട്. കോരിത്തരി ക്യാമറക്ക് ക്ലാരിറ്റി ആവാൻ വേണ്ടി ഇച്ചിരി സമയം എടുക്കുന്നുണ്ട്, എന്താന്ന് എനിക്ക് അറിയില്ല. നമ്മപ്പോ തെക്കേ കോവില നടയിലെത്തിയിരിക്കുന്നു. അല്ല പോ, അതെ കാണിച്ചു കൊടുക്ക്. അവിടെയാണ് പിന്നെ ഇവൻ വലിയൊരു ആനപ്രേമിയാണ്. പോയി ആനപ്രേമിയാണ്.
അതെ അതെ, ഞാൻ ഇവിടുത്തെ 2 വീഡിയോസ് ഒക്കെ എടുക്കട്ടെ ഗൈസ്. ഓക്കെ, ഇവിടെ അവിടെ ഇറക്കുന്നുണ്ട്. ഇവിടെ കുറെ ഫോട്ടോസ് എടുക്കുന്നുണ്ട് ഗൈസ്. എനിവേ അടിപൊളി. ഒരു കൂടി ഉള്ളിൽ കയറട്ടെ ഞാനും. തടല് കിട്ടിയപ്പോ സമാധാനം അറിയോ, നല്ല പീസ് വൈബ് ഉണ്ട് ഉള്ളിൽ. തള്ളി 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 അങ്ങനെ എത്തിയിരിക്കുന്നു. ഇതാണ് ഇതിനായിട്ട് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പൊ എന്റെ ഫോൺ ഉണ്ടായിട്ട് എടുക്കാൻ വേണ്ടിട്ട് ഒരു വഴി ഉണ്ടായി. ആ പിള്ളേർ പോയിക്കൊണ്ട് എപ്പോ വരുമ്പോഴും ഫോൺ ഉണ്ടായിട്ടില്ല ഗൈസ്. ഇപ്പോഴാ വന്ന ഫോൺ. സബ്സ്ക്രൈബേഴ്സോ ടോക്കിംഗ് അബൌട്ട് യു. നമുക്ക് പിന്നെ നോക്കാം ഗൈസ്. അപ്പൊ സബ്സ്ക്രൈബേഴ്സ് കണ്ടാലും ഒക്കെ ഉള്ളിൽ കയറിയിട്ട് ഇവിടെ ഇരുന്ന് ഗൈസ്. നല്ല തണലുള്ള സ്ഥലം കൊറേ ഇരുന്നിട്ടുണ്ട്. കുറച്ചേരം റെസ്റ്റ് എടുക്കണം, പിന്നെയാണ് എല്ലാം കാണിച്ചു കൊടുക്കാം. എന്ത് കാണിച്ചു കൊടുക്കാം? കൂട്ടമാറ്റം, തെക്കോട്ടിറക്കം, ആന, അന്തസ് പിടിക്കും. ആന മാത്രമാണോ എന്റെ മനസ്സിൽ? ആന കുറച്ചൊരു വേർത്ത് കുളിച്ചങ്ങ് എത്തി. എനിക്ക് ചൂടെടുത്തിട്ട് പോയി അമ്മേ, ഒന്നും വയ്യ ഗൈസ്. കർണാടക നാളെ ഇറങ്ങിയിട്ടുണ്ട്. അത് വിളിച്ചിട്ട് ഞാൻ വരുന്നത് എനിക്ക് കാണണം, എനിക്ക് എന്തായാലും കാണണം. തൃശ്ശൂർ പൂരം നല്ല മറ്റു വന്നതാണ്. എന്റെ ഇവന്റെ ഫ്രണ്ടാ, എന്റെ ഫ്രണ്ട് നേറ്റീവ് പ്ലേസ് ബാഗൽകോട്ടെ വരെ എത്തിയ ആൾക്കാര്. പിന്നെ ഒന്ന് വേണുണ്ട്, ഇത് ഒരു നാട്ടം അല്ലേ. കുറച്ചേരം ഇവിടെ ഇരിക്കട്ടെ, അപ്പൊ ചൂടെടുത്തിട്ട് കഴിയാം. സ്പെക്സ് വെച്ച് നടക്കാൻ ഭയങ്കര ഇഷ്ടമായി. ഇരുന്നിട്ട് നമുക്ക് നടക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. അപ്പൊ നമുക്ക് കുറച്ചേരം ഇവിടെ നമ്മളാ കാണുന്നു. അങ്ങനെ വരുന്നു. ആന നെറ്റിപ്പട്ടൊക്കെ കെട്ടി അയവാ. കുറച്ചുകൂടി അടുത്തേക്ക് പോവാം ഗൈസ്. ഓക്കെ, തലപത്തി നോക്കിയ തലപത്തി ഏതാനാ? ഞാൻ വിചാരിച്ചു ഒന്ന് പുറത്തേക്ക് പോവാ. ഇവിടെ ഒട്ടും റേഞ്ച് കിട്ടുന്നില്ല. നമുക്ക് പുറത്തേക്ക് പോകാൻ പ്രത്യേകിച്ച് വയ്യൊക്കെ ആക്കി കൊള്ളാലോ. എന്തായാലും അപ്പൊ പുറത്തേക്ക് പോട്ടെ. നമ്മളിങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ എന്താ നടക്കുന്ന പോകും എന്ത് പറയല്, പുറപ്പാട് ദേവി മറ്റേ അമ്പലത്തിൽ വരുന്ന സംഭവം അത് നടക്കുന്നുണ്ട്. സോ നമുക്കത് കാണാൻ രസമാണ്. ദൂരം അടാരുള്ള മിഡില് ഗുരുവായൂർ നന്ദൻ. സൈഡ് ഞാൻ നോക്കില്ല, മിഡില് കാണിച്ചു കൊടുക്കും. ചൗമയെ നോക്കി അടിപൊളി അടിപൊളി അടിപൊളി. തുള്ളാൻ തോന്നലക്ക് നിൽക്കുന്ന കണ്ട നന്ദൻ ബ്രഹ്മത്തൻ നോക്ക് നോക്ക്.
ഈ പൊരി വെയിലത്ത് നിൽക്കാനും വേണം ഒരു ആഗ്രഹം. അന്തസ് അല്ല പോര അല്ലേ? എന്തത്? ഹരം. 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 ആ കേക്ക് ബീജിയം കേക്ക് ബീജിയം. അത് നൈസ്. അതാണപ്പോ സീനി പക്ഷെ ഒന്നര തിരക്കനൊക്കെ കഴിഞ്ഞില്ല. ചൂടും സഹിക്കാൻ പറ്റുന്നില്ല. ദൈവമേ ചടി. മാക്സെങ്കിലും ഇച്ചിരി ഒരു കാര്യമല്ല നമ്മക്ക്. കണ്ടില്ലേ? അതെ പറ്റുമോ? പക്ഷെ ഒരു രക്ഷയില്ല. ഇച്ചിരി നൈസ് ക്ലിപ്സ് ഒക്കെ എടുത്തോ. എന്നിട്ട് ഇപ്പൊ അങ്ങോട്ട് നടക്കുന്നു. ഓക്കെ, നമ്മ അടുത്ത പരിപാടി നോക്കട്ടെ. ഇങ്ങനെ പോകുന്നത് ഇങ്ങനെ പോകുന്നു. ഇങ്ങനെ എന്തോ പോരെ. അതെ, ഇത് ഊരിയപ്പോഴാണ് കുറച്ച് വെളിച്ചം കാണുന്നേ അല്ലേ? മണ്ടൻ ഗായ്സ്, ഇത് ഊരുമ്പോഴാ ഇച്ചിരി കാണുന്നേ മൊത്തത്തിലല്ലേ. എനിക്ക് ഇരുട്ടാവാൻ തുടങ്ങി. കൊള്ളാം. ഒരു നല്ലൊരു വാച്ച് വേണേലും ഗായ്സ്. നോക്കാം വാച്ചിൽ എത്ര അപ്പോ ഏതാണ് വെച്ചാല് അതിനൊക്കെ എത്രയാ? വേണോ? ചോറ് ചേഞ്ച് വേണോ? ഞാനെടുത്ത പരിപാടി നോക്കട്ടെ. ഓക്കെ ഗായ്സ്, ഗ്ലാസ് വെച്ചപ്പോ ഓനായിട്ട് പൂതിയുണ്ട് ഗ്ലാസിന്റെ. വേണോ എടുക്കുന്നത്? കൊള്ളാം. കോമാളി ഞാൻ പോയിട്ട് പറയണ്ട. ചക്കനെ കുറുക്കി സർബത്ത്. ചെക്കൻ്റെ കിവി പൊളിക്കുവോ? ബട്ടർ സ്കോച്ച്, വാട്ടർമെലൺ വേണ്ട. കിവി ഒരു കിവി എടുത്തോ. ചെറുക്കന്റെ കുലുക്കി സർബത്ത് കുലുക്കി അടി എങ്ങനെ ഇട്ട് നോക്കാം. അല്ല അടിയോ ഡടിയോ നോക്കാം. ചെക്കന്റെ ഗൈസ്, ഞാൻ ഉദ്ദേശിച്ച ചെക്കന്റെ കുലുക്കി സർബത്ത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നാണ്. പക്ഷേങ്കില് അർത്ഥം മാറിട്ടോ. എന്തൊക്കെ എടുത്ത് ഇടുന്നുണ്ടാവേ. സെറ്റാണ് സംഭവം. ഐസൊക്കെ ഉണ്ട്. അടിക്കാൻ നോക്കാം. അടി മകനെ അടി. നീ പൊക്കി എറിയാ. പിന്നല്ല കഴിഞ്ഞടാ. കുടിച്ചാക പൊള്ളടാ മോനെ. എയറിൽ കയറ്റുന്നല്ല തള്ളി മറിച്ചിട്ട് വന്നേന്. എയറിൽ കയറ്റോ? എയറിൽ കയറ്റാ മതി. ചെക്കൻ നാളെ ഫുൾ എയറിൽ ഷോർട്ട് ആക്കി എന്തായാലും അടുത്ത പരിപാടി നോക്കട്ടെ. ഓക്കെ, ഫോണിൽ ചാർജ് ഇല്ല ഗൈസ്. ചൂടായോണ്ട് പെട്ടെന്ന് എന്താവുന്നപ്പോ ചാർജ് ഡ്രൈ ആയി പോകുന്നു. വെരി ഹോട്ട് ഇയർ, വെരി ടെമ്പറേച്ചർ വെരി ഹൈ. കുത്തി വെച്ചിട്ടുണ്ട് ചാർജർ അല്ല, പവർ ബാങ്കിൽ. മാഗ്നറ്റ്. ഞാൻ ഇപ്പൊ അടുത്ത പരിപാടി നോക്കട്ടെ ഗൈസ്. ഓക്കെ, ലെറ്റ്സ് ഗോ. തിരിക്കാം. നമ്മളുടെ പരിപാടി ഏകദേശം തുടങ്ങാൻ പോവാണ്. നമ്മളിവിടെ നിലയുറപ്പിച്ചു. എവിടെയാ പോ? ഇവിടെ എന്നെ കാണുന്നോണ്ടോന്ന് അറിയില്ല. ഇവിടെ പോലീസിന്റെ ബ്രീഫിംഗ് നടക്കുന്നു. ഇപ്പൊ എല്ലാരും ഇവിടെ ഓടിക്കും. ആനൊക്കെ വന്ന് ഇവിടെ നേരത്തെ നിൽക്കും. അങ്ങോട്ട് പോയിട്ട് അവിടെ വെക്കും, ഇവിടെ വെക്കും. നമ്മളിവിടെ നടുക്ക് വെക്കും. ഇവിടൊക്കെ കാലുകുത്താൻ സ്ഥലം ഉണ്ടാവും. വാട്ട് എ വെയിൽ. വെരി ഹോട്ട്. അതിന്റെ അടുക്ക് നമുക്ക് ആർകെജിന്റെ പ്രൊമോഷൻ കിട്ടിയിരിക്കുന്നു. നമ്മൾ ആർകെജിനെ പ്രൊമോട്ട് പൊണ്ടപ്പനക്കൊരു കൊതി.
എടുത്തൊന്ന് നമുക്കൊന്ന് ചേട്ടാ ബാക്കി 10 രൂപ. എടുത്തോ, 4 എടുത്താ? 1 2 3 4. ഓക്കെ ഗൈസ്, നമുക്ക് ചിക്കൻ പെട്ടി. ആരും വരുന്നുണ്ട്. എന്റെ അടുത്ത് ആയിട്ടാ ബ്രോ. പൂരം കാണാൻ വേണ്ടി എന്തൊക്കെ സ്ട്രഗിൾ ആണ്. വെയില്, വെള്ളമില്ല. ഞാൻ ഇല്ലാണ്ടായി പോയി, എനിക്ക് പറ്റുന്നില്ല ഇവിടെ. അടിച്ചു പോയി പക്ഷേ കണ്ടിരിക്കും. സ്റ്റെപ്പ് ബാക്ക് ഇല്ല. പക്ഷെ കാണാൻ പോകുന്നത് കണ്ടേ കാണാൻ പറ്റും ഗൈസ്. ഓക്കെ, എല്ലാരെയും പുറത്താക്കി, ചവിട്ടി പുറത്താക്കി. ഞങ്ങളുടെ നേരത്തെ സ്ട്രഗിൾ ചെയ്തിട്ട് ആര് പറഞ്ഞിട്ട് നീ എന്നിട്ട് അപ്പുറം പോയിരുന്നില്ലേ? ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നിൽക്കാൻ. അതെ, പക്ഷെ ഗൈസ് എല്ലാരെയും പുറത്താക്കിയതേ ശൂന്യം. ഓൺലി പോലീസ്. ഇനിയാണ് സീൻ. തുടങ്ങുന്നതേ ഉള്ളൂ ആൾക്കാർ കൂടി. അതെല്ലാം കാണിച്ചു പോലീസ് നിങ്ങളിത് കാണണം, ഇത് കാണണം നിങ്ങൾ. കണ്ടില്ല ഇപ്പൊ കാണിച്ചപ്പോടെ കണ്ടു. പക്ഷെ നമ്മളിങ്ങനെയാണല്ലോ. അടുത്തു കാണാം. അടിപൊളി. ഒന്നും തള്ളും അല്ലേ? ചക്കൊക്കെ പക്ഷെ സാറുമാറ ഉണ്ടായോണ്ട് ഇത്രയും പോലെ അല്ലെ. സ്ട്രഗിൾ. ആരപ്പോ? ഗുരുവായൂർ നന്ദൻ ക്ഷീണിച്ചോയല്ലോ. നിങ്ങൾ കണ്ടുമ്പോൾ മാത്രമേ ഉള്ളൂ. അതിനുശേഷം വെറുതെ ഒന്ന് ക്ഷീണായ പോലെ ആയിപ്പോയതാ. ഒന്ന് ശ്വാസം കിട്ടിയാൽ ശരിയായിരുന്നു, പക്ഷെ എന്നെ കൊണ്ടുപോയി. നൈസായിട്ട് പണിവാളി ഗൈസ്. ചെറുതായിട്ട് ഇച്ചിരി കിട്ടിപ്പോയി ഗൈസ്. മാമാരോട് ഞാൻ പറഞ്ഞു എനക്ക് വയ്യ വയ്യ വയ്യ, എന്നെ കേറ്റി വിട്, ഒരു പ്രാവശ്യം വിട്ടാ മതിയെന്ന്. ഇവര് കേട്ടില്ല. അവിടെ പിടിച്ച് അവിടെ തന്നെ ഇരുത്തി എന്നുണ്ടല്ലോ പുറകിലോട്ടാക്കി പിച്ച് തള്ളി എന്നിട്ട് വയ്യാണ്ടായിപ്പോയി. എനിക്ക് ഓൾറെഡി ഉള്ളതാ എന്തൊക്കെയാ വാട്ട്. ഞാൻ പിന്നെ ഇവർക്ക് എന്തൊക്കെയാ പറഞ്ഞു, ഇവര് കേൾക്കണില്ല, കേറ്റി വിട്ടില്ല. അവസാനം എല്ലാം കൂടി അത് തള്ളിക്കറി. അവസാനം കൊറേ കഴിഞ്ഞ് വിട്ടപ്പോഴേക്കും ഞാൻ ഇല്ലാണ്ടായി. എന്നെക്കൊണ്ട് പറ്റാണ്ടായി. ഞാൻ അവിടെ പോയി കടന്നതും പിന്നെ ഒന്നും ഓർമ്മില്ല. പിന്നെ ആംബുലൻസിലൊക്കെ കയറ്റി കൊണ്ടുവരുന്നത്. ഞാൻ കുറച്ച് ശ്വാസം കിട്ടിയപ്പോ തന്നെ ഞാൻ ഓക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ പൂർവാധികം കഷ്ടോടെ തിരിച്ചു കൊണ്ടതായിരിക്കും. തിരിച്ചു നടക്കാം. ഞങ്ങൾ പൂർവാധികം ശക്തിയോടെ തിരിച്ചെത്തി. സത്യം പറഞ്ഞാൽ ഞാൻ ഓക്കെ അല്ലായിരുന്നു. പക്ഷെ എനിക്കൊന്ന് ശ്വാസം കിട്ടിയപ്പോ ഞാൻ ഓക്കെ ആയി. പക്ഷെ ഇവരെല്ലാം കൂടിയിട്ട് എന്നെ ഇല്ലാണ്ടാക്കി കളഞ്ഞിട്ടും. എത്ര കഷ്ടപ്പെട്ടിട്ടാണോ അത്ര നടുക്കെത്തിയത്. എന്നിട്ടിപ്പോ എല്ലാം കളഞ്ഞു. ഇനി ആദ്യം നടുക്കെത്തണമെങ്കിൽ എത്ര കഷ്ടപ്പാടുണ്ട് എന്റെ ഭഗവാന്. ഞാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, എത്രയൊക്കെ ഡിഫിക്കൽട്ടി വന്നാലും ഞങ്ങൾ കയറിച്ചകത്തേക്ക് എന്നെ പോകും. ഞാൻ എന്തായാലും കാണിച്ചിട്ടേ ഉള്ളൂ. ഇന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചിട്ടേ ബാക്കി ഒന്നും. എന്താ പറയുന്നത്? കാണിച്ചിട്ടേ ഇല്ല ಬಾಕಿ ಅಲ್ಲ? ಹೌದು ಅವನ್ ಕರ್ನಾಟಕ ಹೇಳ್ತಾ ಇದ್ದೇನೆ. ಇವನ್ ಜೊತೆ ಇನ್ನೊಮ್ಮೆ ಯಾರು ಇವ್ರ ಜೊತೆ ಹೋಗ್ಬೇಡಿ. ಹೋದ್ರೆ ಇದೆಲ್ಲ ನಿಮಗೆ ಒಂದು എന്റെ കൂടെ ആര് വരണമെന്നാ പറയുന്നേ. നോക്കാം. ഞാൻ പറഞ്ഞില്ല ഹോസ്പിറ്റലിൽ പോയാലും ഞാൻ തിരിച്ചൊന്നും വ്ലോഗിന് ഒരു ക്ഷാമമില്ല. എന്താ പറയാ, അതെ ആടാ അതല്ലേ സങ്കടായ ഹോസ്പിറ്റലിൽ പോയപ്പോഴേ.
അപ്പൊ ഞാൻ തളരൂല ഗൈസ്. എന്താ പറയുന്നടാ, നീ തളരുവോ? പിന്നെ തളരൂല. ഹരമാണ് പനി ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. ഒരു ആശ്വാസമായി അവിടെ കിടക്കുമ്പോ എനിക്ക് റിഗ്രറ്റ് ആയിട്ട് ഈ ഹെമന്മാരെ ഇവിടുന്ന് എമർജൻസി കിട്ടും ആൾക്കാരൊക്കെ എന്നെ നോക്കുന്നു. എന്തൊരവസ്ഥയാണ്. നൈസ്. ഒന്നും പറയാനില്ല. സെറ്റല്ലേ ഗൈസ്. ഞാൻ പൂർവാധിക ശക്തിയോടെ തിരിച്ചെത്തി. ഇറക്കിക്കോ. നിനക്ക് ഇൻട്രോക്ക് വേണ്ടിട്ട് മാത്രമായിരുന്നു. ചെറുക്കൻ നീയാണ്. പേരെന്താടാ പറഞ്ഞാ? ഷെബിൻ. ഇപ്പൊ കണ്ടതില്ല പരിചയപ്പെട്ടു. അവൻ എന്നെ പോലെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതാ. പിന്നല്ല ഞങ്ങളാണ് സെയിം. ഇവരെന്നെ പൊക്കിയാട്ടോ. അങ്ങനെ മിഷൻ അക്ലംബിഷ്ഡ്. എന്താ പറയാ, കാലം അല്ല സമയം നമ്മളെ ഹോസ്പിറ്റലിൽ എത്തിച്ചാലും നമ്മള് എല്ലാ പൂർവാധിക ശക്തിയോടെ തിരിച്ചു വന്ന് ഗൈസ് കണ്ടു ഇറങ്ങി. എന്താ വെച്ചാല് അവസാനം എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങാൻ നോക്കിയാല് അതിന്റെ അകത്തുനിന്ന് ഇറങ്ങാനുണ്ടാവില്ല ഗൈസ്. പിന്നെയും ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും പോയിട്ട്. സോ ഞാൻ കുറച്ചിപ്പോ കഴിയാറായി. അതുകൊണ്ട് ഞാൻ കുറച്ച് മുന്നേ ഇറങ്ങി. ഞാൻ അവരെ കണ്ടുപിടിക്കട്ടെ, ഇനി അവരെ തപ്പണം. രാത്രിത്തെ കാഴ്ചയാണ് കാണേണ്ടത്. എന്തായാലും ഞാൻ അവരൊന്ന് തപ്പട്ടെ. ഓക്കെ ഗൈസ്. അങ്ങനെ അവസാനം കിട്ടി പിള്ളറ. നീ സുരേഷ് ഗോപിന്റെ അടുത്ത് ഇവിടെ കേറിയിട്ട് തിരക്കിലത്തേക്ക് ഉന്തി ചവിട്ടി നിരക്കി പോലീസിന് കഴിഞ്ഞിട്ട് കുത്തലിട്ടിട്ട് കേറി ഹോസ്പിറ്റലായത് കണ്ടല്ലോ. എന്നിട്ട് നമ്മ കേറിയിട്ട് കുറച്ച് നേരം ഓക്കെ ആടാ ഏത് സൈഡ് ചന്ദ്രശേഖരൻ ഇറങ്ങിയിട്ട് അടുത്ത സൈഡ് സാധു എല്ലാം ഉണ്ടായി. എന്നിട്ട് ഇവിടെ കുറച്ച് നിന്ന് എന്നിട്ട് ഇവിടുന്ന് പുറത്തുപോയി അവിടെ സുരേഷ് ഗോപിനെ കണ്ടു. സുരേഷ് ഗോപിനെ കണ്ട് ഒരു ഷേക്കറ്റ് എല്ലാം കൊടുത്തു. ഇങ്ങോട്ട് നോക്കട്ടെ. ഫുള്ള് സീനാണ് ഗൈസ്, ഫുള്ള് സീൻ. സുരേഷ് ഗോപി ഇതെങ്ങനെ ഫുള്ള് കൈ കൊടുത്ത് ശരി. എന്തായാലും ഇവരെ കിട്ടി കഴിച്ചു. നെറ്റ്വർക്ക് ഉണ്ടോ? ഞാൻ വെള്ളമെല്ലാം കുടിക്കട്ടെ. കുറച്ച് പുറത്തൊക്കെ പോയിട്ട് നല്ല ആൾക്കാരുണ്ട്. ഇത് എല്ലിക്കായിട്ടു. സോ ഞാൻ എവിടെയെങ്കിലും ഒക്കെ പോട്ടെ കഴിച്ചു. മോനൊക്കെ എവിടെ പോയാലും ബഹുമാനം സീറ്റുള്ള മോനാണോ? മോനെ കണ്ട പോകുമോ സ്വത്തിന്റെ ആദായോ ഒന്നുമല്ല. കണ്ടിരിക്കുന്ന പോകുമോ സ്വത്തിന്റെ ആദായോ ഒന്നുമല്ല. ബാക്കിന്റെ പെരുമാറ്റം കൊണ്ട് ഏത് ലോകരൂപവും കാര്യമാണ്. ഈ കിടക്കുന്നതാണ് കല്യാണം. 1-2 പെണ്ണുമക്കളെ കണ്ടുവെച്ചു, വലിയ പിടി കിട്ടിയിട്ടില്ല. ഇപ്പൊ കാര്യമുള്ളൊരു പൊന്നുമോള് നിന്നെ നോട്ടിട്ട് നടക്കുന്നുണ്ട്. നിന്റെ മണ്ടയിൽ നിന്ന് വരച്ചിട്ടാലും പോവില്ല.
ഒന്ന് നിന്നെ നോക്കി വെച്ചിന്. പെണ്ണുമക്കളെയൊക്കെ നോട്ടം വെച്ച് ഒരു പിടിയും കിട്ടിയിട്ടില്ല. ഇപ്പൊ കാര്യമുള്ള ഒരു പൊന്നുമോള് നിന്നെ താല്പര്യപ്പെട്ട് നടക്കുന്നുണ്ട്. അവള് ഇങ്ങനെ നിന്റെ മണ്ടയിൽ നിന്ന് വലിച്ചിട്ടാരും പോവില്ല. എന്നാ ആപത്തുകളൊന്നും കൈരേക്കേര് കാണാനില്ല കേട്ടോ. എനിക്ക് വീട്ടുകാരുടെ ഇടയിൽ പൊട്ടന്റെ കളി കാണാൻ പൊട്ടനെന്നല്ല നിന്റെ സ്നേഹിതന്മാര് നിന്റെ കാര്യപ്പെട്ട മണ്ടേന്ന് ഒരിക്കലും പോണവരല്ല. നല്ല കുടുംബസ്നേഹമുള്ളവനാണ്. 15 ദിവസത്തിന്റെ ഉള്ളില് കൈ നിറഞ്ഞ പൈസ കിട്ടാനുള്ള ഭാഗ്യമുണ്ട്. നല്ല കാര്യങ്ങൾ തന്നെ കാണാനുള്ളൂ. ആരോഗ്യം ഒരിക്കലും വരില്ല. സത്യപ്പെട്ട മനസ്സാണ്. നമ്മളെല്ലാ വിഷമം തോന്നി വരും. ആള് വർത്തങ്ങളൊക്കെ വർത്തിക്കും, പൈസയൊക്കെ ഉണ്ടാവും. എന്റെ മോന്റെ രക്ഷണങ്ങൾ വളരെ ഉഷാറാ. കൂടിപ്പറപ്പ് സ്നേഹമുള്ള മോനാണ്. ആപത്തുകളൊന്നും ഇല്ല കേട്ടോ. വലുതായ ദോഷങ്ങളൊക്കെ തട്ടിത്തിരിഞ്ഞ് ചെറുതായിട്ടുള്ളൂ. വലിയ 5 കൊല്ലത്തിന്റെ ഉള്ളില് ഒരു കൊച്ചു മുതലാളിയാകും. വിവാഹം പെട്ടെന്ന് കല്യാണം പെട്ടെന്ന് നടക്കാൻ പോവില്ല മോനെ, ഒരിക്കലും പോവില്ല. അതിന്റെ സങ്കടമൊക്കെ വളരെ നിന്ന് തീരും. നല്ല ഐശ്വര്യമുള്ള കുഞ്ഞുമോളാണ്. അതെങ്ങനെ തീരാ? അവിടെ തന്നെ അവിടെ പോയില്ലേ നോക്കണ്ട. ഇവന്റെ കഴിക്കാൻ നോക്കിച്ചേ ഞാൻ നോക്കട്ടെ. മര്യാദ പോലെ അങ്ങോട്ട് പോവാന്നുള്ള നിലയിലാണ്. പക്ഷെ ഇപ്പൊ കണ്ടൊരു ആഗ്രഹം കണ്ട് മനസ്സിൽ അത് നടക്കാൻ പാടില്ല. അപ്പൊ അവള് ചിലപ്പോ തിരിച്ചു വരും. അവരുടെ വായിരിക്കുന്നൊക്കെ കേട്ട് ഞാൻ വലിയ വിശ്വാസമൊന്നും ഇല്ല. എന്നാലും കേട്ടിരിക്കും, ഒരു രസമല്ലേ ഇതൊക്കെ അല്ലേ? ഇത്രേ ഉള്ളൂ. ഞാൻ അടുത്ത പരിപാടി നോക്കട്ടെ. നമ്മളങ്ങനെ ഫുഡ് കഴിച്ചിറങ്ങി. ഫുഡ് എങ്ങനെ ഉണ്ടായി? അടിപൊളി, നല്ലോണം ഊമ്പി, ചെറുതായിട്ട് ഊമ്പി പോകുന്നല്ലേ. അവന്റെ നോട്ടം കേട്ടോ. എന്തെങ്കിലും ആകട്ടെ. ഞാൻ എന്നാ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല. കഴിച്ച എനിക്ക് പറ്റില്ല, മടി പോയി. അത്രയ്ക്ക് വയ്യാണ്ടായി പോയി കഴിച്ച്. ഞാൻ എന്തായാലും അങ്ങോട്ട് അടുത്ത പരിപാടി ആക്കട്ടെ. കഴിച്ച് ഫുള്ള് റോബിങ് അറൗണ്ടാണ്. അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു. പക്ഷെ ഇപ്പൊ കുറച്ച് നേരം ഇരിക്കായിരുന്നു കഴിച്ച്. ഞാൻ ഇനി അടുത്ത് നമുക്ക് എന്താ വെടിക്കെട്ട് വെടിക്കെട്ടിന് വേണ്ടാണ് അടുത്ത വെയിറ്റിംഗ്. എത്ര മണിക്കാറാ? 2-3 മണിയാവുന്ന തോന്നുന്നു. 2-3 മണിയൊക്കെ ആവുന്ന പറഞ്ഞാല് നമുക്ക് വെടിക്കെട്ട് കാണാം. ആൻഡ് ഇപ്പൊ ഞാൻ അങ്ങോട്ട് നടക്കട്ടെ. ഓക്കെ, ഞാനിങ്ങനെ പറഞ്ഞു പോകും. അതാന പോണ്. ഇയാളെന്റെ കാല് മാറി ഇപ്പൊ കൊന്നിപ്പോ ചവിട്ടിട്ട് പോയിട്ട്. ഇവിടെ ചെറുതായിട്ടൊരു ചെറിയൊരു ഫംഗ്ഷൻ നടക്കുന്നു. ചെറിയൊരു ചടങ്ങ്. എല്ലാവർക്കും തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ കൊറേ സൈഡായി പോയി. കുഴപ്പമില്ല. ഇവിടെ എത്ര ആളാ?
അടുത്ത ഫോട്ടോ ഞാൻ നീ പൊട്ടി നീണ്ട കാത്തിരിപ്പില് 1.5 മണിക്കൂറിന്റെ കാത്തിരിപ്പില് നേരത്തെ വൈൻഡപ്പാക്കാൻ പറ്റില്ല. നല്ലോണം ക്ഷണിച്ചു. എന്തായാലും പരിപാടി നമ്മൾ പൊളിച്ച് ചിലപ്പോ അടി കൊടുക്കും. അവന്റെ ഷർട്ട് മോശമാണ് എന്റെ അടുത്ത് കൊടുക്കുക, ഞാൻ മാറ്റി. അപ്പോ നമ്മുടെ വ്ളോഗ് ഇവിടെ എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. കോമഡിയാണ്, അടിപൊളിയാണ്, അല്ലേ? എന്തായാലും എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ടിൻടിൻ അടിക്കണം. അപ്പോ ബൈ ഗൈസ്.